ഹലോ, അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് മീൻകറിയാണ്. രോഹു വെച്ചിട്ടുള്ള മീൻകറി. അപ്പം ഞാൻ തൃശ്ശൂർക്കാരിയാണെന്ന് അറിയാലോ. അപ്പം അവിടുത്തെ മീൻകറി പോലെ ഒന്നും അല്ല കേട്ടോ ഇത്. അപ്പം ഇതാണ്ട് ഇവിടെ കടൽ മീനൊന്നും കിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ രോഹു ആണ് കേട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ്ട് ഇത്രയും രോഹു കഴുകി വൃത്തിയാക്കി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. സാധാരണ നമ്മൾ മീൻകറിയിൽ കടുകൊന്നും പൊട്ടിക്കാറില്ല. ഇത് ഞാൻ കുറേ യൂട്യൂബൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കടുക് പൊട്ടിക്കുക, എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പിലും ഇട്ട് നല്ല ഫ്രൈ ആയിട്ട് എടുക്കുക. ഇതൊന്നും നമ്മുടെ നാട്ടിലെ മീൻകറി അല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി ഞാൻ പഠിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പച്ചമുളകും കറിവേപ്പിലും ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞോ ചതച്ചോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതും ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നല്ല മണം വന്നു തുടങ്ങും. ഈ എണ്ണയും ഈ ഉലുവയും ഈ പച്ചമുളകും ഈ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു മണം വന്നു തുടങ്ങും. അപ്പോൾ അതൊരു മൊരിഞ്ഞൊരു പരുവാകുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് സവോള കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ചെറിയ ഉള്ളി എടുത്താലും മതി കേട്ടോ. കൊച്ചുള്ളിയാണ് എല്ലാത്തിലും ടേസ്റ്റ് കൂടുക. നമുക്കൊന്നും ഇവിടെ കൊച്ചുള്ളി കിട്ടാനില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ സവോള ഒരു മീഡിയം സൈസിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അങ്ങനെ നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ നമ്മൾ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റി ഒരു മൊരിച്ചെടുക്കാം. ഇനി ആവശ്യം ഇതാണ്ട് ഈ ഒരു പരുവാകട്ടെ, ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ ഇടാം, കുറവിടാം. പിന്നെ ഞാനൊരു കളറിന് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇത്രയും ഇടുന്നുണ്ട്. ഇതാണ്ട് നോക്കി നല്ല കളറുണ്ട്, നല്ല എരിവുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവ് ആവശ്യത്തിനുള്ളതനുസരിച്ച് ഇടാം. ഒരു കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് ഒത്തിരി ഇടുന്നുണ്ട്. ഞാനൊരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം അത്രയും മുളക് പൊടി തന്നെ നിങ്ങൾ കുറച്ചിട്ടാൽ മതി. കുരുമുളക് ഇച്ചിരി മുന്നിൽ നിൽക്കും ഇതിൽ. അങ്ങനെ ഇതെല്ലാം പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി, അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഇളക്കി ഇതാണ്ട് ഈ ഒരു ഫ്രൈ ആയിട്ട് കിട്ടുമ്പോൾ സമയത്ത് നമ്മൾ തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളി കൂടി അരിഞ്ഞ് ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കും. ഇത് നന്നായി വഴറ്റി ആ ഒരു ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. ഇത് വടക്കംപുളിയാണ്. ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അല്പം വെള്ളം കൂടി ഒഴിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കറിക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾക്ക് അറിയാലോ. അതും കൂടി ഒഴിച്ച് കുറച്ച് ലേശം ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് തിളപ്പിക്കുക. അപ്പം ഈ ഒരു മീൻകറിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുവരെ നമ്മുടെ നാട്ടിലെ മീൻകറി പോലെ ഒന്നല്ല. ഇതൊരു വേറെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദാണ്ട് തിള വന്നു തുടങ്ങുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിച്ചുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അടച്ച് വെച്ചിട്ട് ചെറുതായി തീയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കും. ഈ മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേന് ഈ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ സ്പൂൺ വെച്ച് ഇളക്കാനൊന്നും നിൽക്കണ്ട. അതിങ്ങനെ പാത്രം എടുത്ത് പൊക്കിയിട്ട് ചെരിച്ച് ഇങ്ങനെ വഴറ്റി അങ്ങനെ ഇളക്കിയാൽ മാത്രം മതി. അതിപ്പോൾ മീൻകറി റെഡി ആയി വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ഇളക്കി ആവശ്യത്തിനുള്ള കറിയാകുമ്പോൾ നിങ്ങൾ മൂടി വെച്ചേക്കണം. ഇത്രയേ ഉള്ളൂ. അത് സിമ്പിളാണ്. ഇത്രയും കറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. എത്ര മീൻകറി ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും നിങ്ങളതൊരു 2-3 മണിക്കൂറിന് ശേഷം അടച്ച് വെച്ച് മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നമ്മൾ ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് മനസ്സിലാവില്ല. മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാനിത് അടച്ച് വെച്ചൊരു 2 മണിക്കൂറിന് ശേഷം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എൻ്റെ പൊന്നൊരു രക്ഷയില്ല. മീനും മീൻ്റെ പീസും ചാറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലത്തെ മീൻകറി ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് മീൻകറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ